കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ട്സ് റിപ്പോർട്ട് കേന്ദ്ര CAG ഗിരീഷ് ചന്ദ്ര മുർമു ഇന്നലെ ഒപ്പിട്ട വിവരം ന്യൂസ് ബുള്ളറ്റ് കേരള ബ്രേക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 6 മാസമായി ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരുന്ന ഫയലാണ് അദ്ദേഹം ഇന്നലെ ഒപ്പിട്ടത്. കേരളത്തിന് കടമെടുക്കാൻ അനുവാദമുണ്ടായിരുന്ന 12,500 കോടി രൂപ വൈകിപ്പിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് മനഃപൂർവ്വം ഒപ്പിടാതെ മാറ്റിവെക്കുകയായിരുന്നു എന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വിവരം പ്രേക്ഷകർ ഓർക്കുമല്ലോ. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ ഒരു സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുകയായിരുന്നോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ ഫയൽ ഒപ്പിട്ടത് എന്ന കാര്യം ഓർമ്മിക്കുക. ശമ്പളവും പെൻഷനും മറ്റ് വികസന ചെലവുകളും മുടങ്ങുമ്പോൾ കേരളത്തിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും അത് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് ഈ ഒപ്പിടൽ വൈകിപ്പിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് റിപ്പോർട്ട് CAGയുടെ മുന്നിലെത്തിയത്. അന്ന് ഒപ്പിട്ടിരുന്നുവെങ്കിൽ ജൂലൈയിലെ നിയമസഭാ സമ്മേളനത്തിൽ റിപ്പോർട്ട് അംഗീകരിക്കപ്പെടുമായിരുന്നു. ജൂലൈ മാസത്തിൽ തന്നെ കടമെടുപ്പ് ആരംഭിക്കുകയും ചെയ്യുമായിരുന്നു. 12,500 കോടി രൂപ എന്ന ഭീമമായ തുകയാണ് CAGയുടെ ഈ ഒപ്പിടൽ വൈകിക്കൽ മൂലം വിപണിയിൽ ഇറങ്ങാതെ വൈകിപ്പോയത്. ഇനിയുമുണ്ട് കടമ്പകൾ. റിപ്പോർട്ട് തിരുവനന്തപുരത്തെ CAG ഓഫീസ് സർക്കാരിന് കൈമാറണം. സർക്കാർ അത് ഗവർണർക്ക് സമർപ്പിക്കണം. ഗവർണറും ഒപ്പിട്ട് സർക്കാരിന് ഫയൽ മടക്കിയാലേ നിയമസഭാ സമ്മേളനത്തിൽ സമർപ്പിക്കാനാവൂ. എന്നിട്ടേ കടമെടുപ്പിന് അനുവാദം തേടി ധനമന്ത്രാലയത്തെ സമീപിക്കാൻ കഴിയൂ. ഇനി ഗവർണർ എത്ര നാൾ ഈ റിപ്പോർട്ട് പിടിച്ചുവെക്കുമെന്നും ആർക്കും പ്രവചിക്കാനാവില്ല. വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായം നിഷേധിച്ചതും നാം ഇതുമായി കൂട്ടി വായിക്കണം. ദുരന്ത മാനേജ്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് എന്ന് പറഞ്ഞാണ് പ്രത്യേക സഹായം നിഷേധിച്ചത്. കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ഏതറ്റം വരെയും പോകാൻ മോഡി സർക്കാർ മടിക്കില്ലെന്ന് നാൾക്കുനാൾ തെളിയുകയാണ്. CAG റിപ്പോർട്ട് ഒപ്പിടൽ അസ്വാഭാവികമായി വൈകുന്നു. നിയമസഭ അംഗീകരിച്ച CAG റിപ്പോർട്ട് ഹാജരാക്കിയാലേ അവകാശപ്പെട്ട കടമെടുപ്പിന് പോലും അനുവാദം തരൂ എന്ന നിബന്ധനയുണ്ടാകുന്നു. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പ്രത്യേക സഹായം നിഷേധിക്കുന്നു. കേരളത്തെ കാത്തിരിക്കുന്ന നിർദ്ദയമായ സാമ്പത്തിക വിവേചനത്തിന്റെ ദുർലക്ഷണങ്ങൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെടുകയാണ്.